ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 26,000 മേളിലാണ് ക്ലോസ് ചെയ്തത്. 26,052 ക്ലോസ് ചെയ്തു. 142 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,216 ക്ലോസ് ചെയ്യുമ്പോൾ 316 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 127 പോയിൻറ്റ്സ് ഉയർന്ന് 60,949 ക്ലോസ് ചെയ്തു. എന്നാലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. 78 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 18,075 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 11.97 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 85,186 ക്ലോസ് ചെയ്തപ്പോൾ 513 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DII ആക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 1,360 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII എന്ന ബൈയിങ് മോഡലാണ് വന്നിരിക്കുന്നത്. 1,580 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് FII. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി IT തന്നെ മാത്രം 2.97% ഉയർച്ചയുണ്ടായി. ഇത് നിഫ്റ്റി 50യെ വളരെ അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റി ഓട്ടോ 66 പോയിൻറ്റ്സ് ഉയർന്ന് 27,434 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 91 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി. 36,132 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,643 ക്ലോസ് ചെയ്യുമ്പോൾ 96 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 17 പോയിൻറ്റ്സ് ഉയർന്ന് 55,380 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,896 ക്ലോസ് ചെയ്തപ്പോൾ 71 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 9637 ക്ലോസ് ചെയ്യുമ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT ഇന്ന് 1,069 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. 37,044 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1478 ക്ലോസ് ചെയ്യുമ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് ഓൾമോസ്റ്റ് സെയിം ആണ്. 10,384 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,141 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 14 പോയിൻറ്റ്സ് ഉയർന്ന് 22,727 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 98 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. 8,576 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 924 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,253 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,581 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയർ 4.27% നല്ല റാലി നടത്തി. SCL ടെക് 4.23% റാലി നടത്തി. ഇൻഫോസിസ് 3.68% റാലി നടത്തി. വിപ്രോ 2.13%, TCS 1.96%, HUL 1.56%, സൺഫാർമ 1.47%, ടൈറ്റാൻ 1.39%, ഏഷ്യ മോട്ടോഴ്സ് 1.35% ആൻഡ് നെസ്ലെ ഇന്ത്യ 1.08% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TMPV 2.81% ഫോള് കണ്ടു. കോൾ ഇന്ത്യ 1.28% ഫോള് നടത്തി. മാരുതി സുസുക്കി 1.02%, ബജാജ് ഫിനാൻസ് 0.79%, ഹിൻഡാൽകോ 0.78%, അദാനി പോർട്സ് 0.68%, ഗ്രാസിം 0.63%, ITC 0.57%, NTPC 0.56% ആൻഡ് ജിയോ ഫിനാൻസ് 0.49% ഫോളാണ് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബർ 30ക്ക് 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,052 നിൽക്കുമ്പോൾ 7.96% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 26,052 നിൽക്കുമ്പോൾ 10.18% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,013 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,910 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 26,052 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 142 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് നിഫ്റ്റിയിലുണ്ടായത്. 0.55% റാലി നടത്തി. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.